ബെഡ്റൂം രഹസ്യം ആർത്തും പറയുന്നു. ഇന്ന സ്ഥലത്ത് നിന്ന് താണ്ട് ഇത്രയും വലിയ സാധനം എടുത്തേക്കുന്ന കേട്ടാ. അപ്പൊ ഞാൻ വെറുതെ അല്ലല്ലോ പറഞ്ഞേക്കുന്നത്. ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ദൈവങ്ങളിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം, കേരളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് അറിയപ്പെടുന്നത്. അതിന് എക്സാക്ട് റീസൺ ഉണ്ട്. ആ ഒരു എക്സാക്ട് റീസണാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ പറയാം, എല്ലാ മതത്തിലും അതിൻ്റേതായിട്ടുള്ള രണ്ട് സൈഡ് വരുന്നുണ്ട്. ഒരു അന്ധവിശ്വാസത്തിൻ്റെ സൈഡും ഒരു വിശ്വാസത്തിൻ്റെ സൈഡും. അപ്പം നമ്മൾ അന്ധവിശ്വാസത്തിൻ്റെ സൈഡുകളാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. നമ്മളിത് എൻ്റയർലി ഒരു ഫൺ പേർപ്പസിന് വേണ്ടി മാത്രം ഒരുക്കിയൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ദൈവങ്ങളെ നമുക്ക് പരിചയപ്പെടാം. അപ്പം എല്ലാവർക്കും നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ടേക്ക് പോകാം. ബൊമ്മ പിടി പേടിയാവും നിന്നാ പിടി ബൊമ്മ പിടി. ഇത് അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരിയുടെ അടുത്ത് ദൈവം, പുള്ളിക്കാരിക്ക് എന്തോ വട്ടങ്ങാണ്ടാണ്. എന്നിട്ട് ചുമ്മാ കയറി അവിടെ ഇവിടെ ഓരോ സാധനം കൊണ്ട് വെച്ചിട്ട് ദൈവമാണെന്ന് പറഞ്ഞിട്ട് സ്വന്തം ഇതൊക്കെ അരി വാങ്ങാനാണ്. അരി വാങ്ങാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് ഇതൊക്കെ, മനസ്സിലായ? ഒരുപാട് ആൾക്കാർ വിശ്വാസം ദൈവമാണെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് പുള്ളിക്കാരി കൈമടക്ക് കൊടുക്കും. അതിന് വേണ്ടിയുള്ള പരിപാടിയാണ്. പണിക്കൊന്നും പോവാണ്ട് ഫ്രീ ആയിട്ട് ഇപ്പോൾ എനിക്ക് പണിക്ക് പോകാൻ മടിയാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വന്നിരുന്നത് കുറ്റം പറയുന്നത്. സോ അതേപോലെ ഒരു ഇതാണ്, മനസ്സിലായോ? എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് താണ്ട് അപ്പൊ കളി മാറി. അപ്പൊ ഗോവിന്ദനകത്തുണ്ട്. ഇത് പഴനി ഇരിക്കുന്ന ഇടുമ്പസ്വാമി എന്ന് പറയുന്ന ഒരാളുണ്ട്. ആളിന്റെ യാറാ എന്നെ പേസമാട്ടെ ഉണ്ണതാ വന്നാലും എനക്ക് കോപ്പടക്കൂടാതെ അയ്യാ എണ്ണ നീ പേത്ത് വെച്ചിരിക്ക. കാട്ടായ്മ ഇതൊക്കെ, കാട്ടായ്മ. അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാ? പുള്ളിക്കാരനൊക്കെ ചുമ്മാ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുക. എപ്പടി ചെന്നാറാ ഇതാണ് ദൈവം. പുള്ളിക്കാരനെ ശകലം ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പുള്ളിക്കാരൻ പറയുന്നതിലും കേൾക്കെങ്കിലും ചെയ്യായിരുന്നു. പക്ഷെ ഇതൊക്കെ നമ്മളില്ലേ, ഇതൊന്നും ഒരിക്കലും സീരിയസ് ആയിട്ട് എടുക്കില്ല. ഇതൊക്കെ ജസ്റ്റ് ഒരു ഫൺ പേർപ്പസിനായിട്ട് മാത്രം എടുക്കുക. പുള്ളിക്കാരനൊക്കെ എനിക്ക് തോന്നുന്നത് ദൈവത്തിനേക്കാൾ നന്നായിട്ട് അഭിനയിക്കാൻ വേണ്ടിയുള്ള കോമഡി സാസിലോ എങ്ങനെ പോവുകയാണെങ്കിൽ ആൾക്കാരിരുന്ന് കാണും പുള്ളിക്കാരൻ്റെ വീഡിയോ ഒക്കെ. നല്ല രീതിക്ക് എന്താ പറയുക, ഹ്യൂമർ സെൻസ് ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് പുള്ളിക്കാരൻ. അപ്പോൾ പുള്ളിക്കാരനൊന്നും ആരും ദൈവമായിട്ട് കൺസിഡർ ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ പുള്ളിക്കാരൻ്റെ മോന്ത കണ്ടറിഞ്ഞൂടെ? ചുമ്മാ കയറും കൊണ്ട് ഞാൻ വെളുപ്പിന് പറന്നു പോയി കയറ് വാങ്ങി പിച്ചി ഇട്ടിട്ട് അപ്പച്ചിക്ക് ഫോൺ ചെയ്തു. ഭയങ്കര ദേഷ്യത്തിലായിരിക്കും നിൽക്കുന്നത്. എന്നിലായിട്ട് എന്റെ കയ്യിൽ കാണുന്നത് ഞാൻ എവിടെ നോക്കിയാലും കാണാം. എന്റെ കയ്യിൽ ഇവിടെ ഉണ്ട്, കയ്യിൽ നിൽക്കും. എന്റെ മകളെ കൈവച്ചവരെ ഞാൻ ചുട്ടരിച്ച്. എന്റെ മകളിൽ ഞങ്ങളുള്ളത് അവരാരും അറിഞ്ഞില്ല. ബെഡ്റൂം രഹസ്യം ആർത്തും പറയാന്ന് പറഞ്ഞു. ശിവൻ വിജി ബെഡ്റൂം രഹസ്യങ്ങളൊന്നും പുറത്തു പറയാൻ പാടില്ല. ബെഡ്റൂം രഹസ്യം, ബെഡ്റൂം. പുള്ളിക്കാര് ബ്രെഡും ചെയ്യാൻ പോലും മര്യാദക്ക് ജീവിതത്തിൽ തോന്നില്ല. ബെഡ്റൂം രഹസ്യം നിങ്ങൾ ആലോചിക്കണം. ഒരിക്കലും പാർവതിയെ ശിവനോട് ദേഷ്യപ്പെട്ടില്ല അമ്മയെ ചൊല്ലി, വിജയ ചൊല്ലി? ഇല്ല, ദേഷ്യപ്പെട്ടിട്ടുണ്ട്. മരിക്കുന്ന സമയത്ത് പോയി രക്ഷിച്ചൂടെ? ദേഷ്യപ്പെട്ട് വിജി വിളിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? മരിച്ചുപോയമ്മ. ഞാൻ പറഞ്ഞ എനിക്ക് സ്വത്തുക്കളെല്ലാം പോയി, കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കാൻ വയ്യ, ചേട്ടൻ മരിച്ച് ഞാൻ ഇനി എങ്ങനെ ജീവിക്കും, വീടും പോയി, എനിക്ക് പ്രിയനെ ദേവിയും കണ്ടതുകൊണ്ട് ഞാൻ സൂസൈഡ് ചെയ്യത്തില്ല, മരണത്തിലേക്ക് എന്നെ അങ്ങ് കൊണ്ടുപോകാൻ പറഞ്ഞു. ആ നിമിഷം എനിക്ക് ശ്വാസം ഇല്ലാതായി. മരിച്ചു 1 hour ഞാൻ നോക്കുന്ന ശ്വാസം ഇല്ല. മറ്റുള്ളവർ അറിയുന്നത് നൈറ്റായി സംഭവം. അന്നേരം എനിക്ക് പെട്ടെന്ന് മയക്കം വന്ന മാതിരിയായി. അന്നേരം ഈ സൗണ്ട് ഞാൻ കേൾക്കുന്നു, കൈലാസം കേൾക്കുന്നു. അതൊരു സൗണ്ട്, ഒരു തനി സൗണ്ടാണ്. വിജി വിളിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലയോ? പാർവതി ദേവി കേൾക്കുന്നത്. ഉടനെ ഞാനെന്ന് പറയുന്നു നിമിഷത്തിൽ വന്ന് എന്നെ മടിയിൽ പിടിച്ച് എടുത്തിട്ട് ഇങ്ങനെ തടവി വിട്ടു. മോള് എങ്ങനെ ഇരുന്ന മോളാ? അടുത്തത് വന്നേക്കാണ് ശിവൻ വിജി.
നിങ്ങൾ ആലോചിക്കണം, പുള്ളിക്കാരി പറയാണ് 1 മണിക്കൂർ പുള്ളിക്കാരി മരിച്ചിട്ട് പുള്ളിക്കാരി തന്നെ ചെക്ക് ചെയ്ത് നോക്കി ശ്വാസം ഉണ്ടോ ശ്വാസം ഇല്ലാന്നൊക്കെ. എടാ ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് ആൾക്കാർ പോയിട്ട് പുള്ളിക്കാരനെയൊക്കെ തൊഴുന്നത്? എനിക്ക് അറിഞ്ഞൂടാ. പല്ല് വെച്ച് ഇത്രയും വലിയ സാധനം എടുത്തേക്കുന്ന കേട്ടാ. അപ്പൊ ഞാൻ വെറുതെ അല്ലല്ലോ പറഞ്ഞേക്കുന്നേ. ഞാനൊന്ന് നോക്കട്ടെ. ചീറ്റുന്നുണ്ട്, നന്നായിട്ട് ചീറ്റുന്നുണ്ട്, ചീറ്റി തെറിക്കുന്നുണ്ട്. ഞാൻ പുറകെ പിടിക്കുവാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് ഒരു പിടിയില്ല. അപ്പോൾ ആൾക്കാരെല്ലാം ആകാംക്ഷയുടെ കാത്തിരിക്കുവാണ് എന്ത് സംഭവിക്കുന്നുള്ള. ഇച്ചിരി മുമ്പ് കണ്ട ആളെയെല്ലാം മൊത്തത്തിൽ മാറിക്കഴിഞ്ഞു. ഹനുമാൻ സ്വാമിയായിട്ടുണ്ട്, കുരങ്ങായിട്ടുണ്ട്, കുരങ്ങാട്ടാ, വാനനായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തോ ചെയ്യുന്നതെന്ന് പോലും പുള്ളിക്ക് ഒരു നിശ്ചയമില്ല. ഇമാതിരി ചെയ്ത് കളയും. അതെ, പഴം തിന്നാണ്, പഴം. ഈ ഹനുമാൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണല്ലേ പഴമൊക്കെ. പച്ചയ്ക്ക് തിന്നുമല്ലേ, തൊലി പോലും കളയാതാണ് തിന്നുന്നത്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. അടുത്തത് വന്നേക്കുന്നത് ഹനുമാൻ. നിങ്ങൾ ആലോചിക്കണം, പൈസ ഉണ്ടാക്കാൻ എത്ര ജനങ്ങളാണ് പുള്ളിക്കാരനെ ആരാധിക്കാൻ വേണ്ടി വന്ന് നിന്നേക്കുന്നത് പുള്ളിക്കാരൻ്റെ വിശ്വാസത്തിൽ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. പുള്ളിക്കാരൻ പഴമൊക്കെ അതാ തൊലി പോലും കളയാണ്ട് തിന്നുന്നുണ്ട്. ഇതൊക്കെ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്. ഇതൊക്കെ പിന്നെ സിമെൻറ്റിൻ്റെ ചാക്കെടുത്ത് കടിച്ചു പിടിച്ചിട്ട് നടക്കുന്നത്, ഇതൊക്കെ ഒരുപാട് എന്താ പറയുക, ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യുന്നവരൊക്കെ ദൈവം നമുക്ക് പറയാൻ പറ്റും. ഇല്ലല്ലോ, നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് നേരത്തെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഗിർഗിർ സൗണ്ട്, ഒരു ശബ്ദം ഉണ്ടായിരുന്നു. എരിച്ചിൽ പോലെ ആ ഒരു ഗിർഗിർ ശബ്ദം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് കിട്ടി. അമ്മ ഞാൻ വേഗം വിടുന്നു. നിന്റെ സംഭവം അങ്ങോട്ട് പോയി. വേണ്ട, ആ ശബ്ദം എനിക്ക് പോയി അങ്ങോട്ട് പോയി. കണ്ട. അടുത്തത് കഴുത്തിലൂടെ പാമ്പ്. പുള്ളിക്കാരിയുടെ മുടി പാമ്പിനെ പോലെ നാടും. എന്തൊക്കെയാണ് ഈ പറയുന്നത്? നല്ല വെളിവും വേണ്ട പറയുന്നതിന്. കഴുത്തിലൂടെ പാമ്പ് പോകും, പുള്ളിക്കാരിക്ക് നാണം. അടുത്ത ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും അസുഖം കൊണ്ട് ചെല്ലുവാണെങ്കിൽ പുള്ളിക്കാരി ആ കൈ വെച്ചിട്ട് അതൊക്കെ അബ്സോർബ് ചെയ്തിട്ട്, ഇപ്പോൾ വയറുവേദനയാണെങ്കിൽ പുള്ളിക്കാരി ആ വയറുവേദന അബ്സോർബ് ചെയ്യും. അപ്പോൾ ദൈവം പുള്ളിക്കാരിൻ്റെ നിന്ന് ആ ഒരു വയറുവേദന കളയും. അപ്പോൾ പിന്നെ നമുക്ക് ഡോക്ടറിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, സ്വാഭാവികം. പുള്ളിക്കാരനെ പോലത്തെ ഓരോ ജില്ലയിലും ഓരോരുത്തരുണ്ട് എന്നാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്രയോ രോഗികൾ, എന്തൊക്കെ രോഗമുള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് തുടച്ച് നീക്കാൻ പറ്റും അല്ലേ? നല്ലൊരു കാര്യമാണ്. ഇതുപോലത്തെ ദൈവം എല്ലാ ജില്ലയിലും ഓരോരുത്തർ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.